2026 അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ കാറ്റഗറി 2ലും കാറ്റഗറി 3ലുമായിട്ട് 20,000-ലധികം വേക്കൻസിയിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ. ഏറ്റവും നല്ല സാലറി, ഏറ്റവും നല്ല പെൻഷൻ സ്കീം, ഏറ്റവും നല്ല ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുള്ള ഒരു അടിപൊളി സെൻട്രൽ ഗവൺമെന്റ് ജോബ്. ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഏതാണ് നോട്ടിഫിക്കേഷൻ എന്ന്. യെസ്, നിങ്ങൾ ഉദ്ദേശിച്ച് തന്നെയാണ് വരാൻ പോകുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിനകത്ത് റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണ്? സെൻട്രൽ മിനിസ്റ്ററായ പ്രഹ്ലാദ് ജോഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിന്റെ പ്രോസസ്സിംഗിലാണ്, ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ മാസമോ ഒക്ടോബർ മാസമോ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പ്ലസും മൈനസും അധികം ആർക്കും പേർക്കും അറിയത്തില്ല. അധികം ആർക്കൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ പ്ലസ് മൈനസ് ഇതെല്ലാം അറിയാം. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറ്റുന്നൊരു ജോലിയാണോ ഇത്? അത് തീർച്ചയായിട്ടും അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തൊക്കെയാണ് ഈ ജോലിയുടെ പ്ലസ് ഫാക്ടർ? അവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പ്ലസ് ഫാക്ടർ, ഒരു ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ എല്ലാവർക്കും. ആരായാലും ഒരു ജോലി അത്യാവശ്യമാണ്. ജീവിതം മുമ്പോട്ട് പോകണം, ജീവിക്കണം, ഒരു ജോലി വേണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും അധികം വേക്കൻസിയിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഏതാ? ഏറ്റവും അധികം സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻ ഏതാ? ഒരു ഡൗട്ടും ഇല്ല, നിങ്ങളുടെ മുമ്പിലുള്ള 2026 ഏറ്റവും നല്ല ചോയ്സ് ഈ വരാൻ പോകുന്ന FCA നോട്ടിഫിക്കേഷൻ തന്നെയാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ റീസൺ നമ്പർ ഓഫ് വേക്കൻസിയാണ്. നമ്പർ ഓഫ് വേക്കൻസി ഏതാണ്ട് 20,000-ലധികം വേക്കൻസി. ടോട്ടൽ പറയുന്നത് 32,000 വേക്കൻസിക്കാണ് പറയുന്നത്. പക്ഷേ ഞാൻ അത്രയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരു 20,000 പ്ലസ് നമുക്ക് എന്തായാലും ഒരു ഉറപ്പിക്കാം, അങ്ങനെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും വേക്കൻസിയിൽ മറ്റൊരു നോട്ടിഫിക്കേഷൻ വരാനില്ല. സോ ഇതാണ് ഏറ്റവും വലിയൊരു ചാൻസ്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്, പ്യുവർലി സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സാലറി പാക്കേജ് നിങ്ങൾക്ക് കിട്ടും. ജോബ് സെക്യൂരിറ്റി ഒക്കെ ഏറ്റവും ഹൈ ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് സാലറി, അതേപോലെ തന്നെ DA നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 56% അല്ല 58% DA ഉണ്ട്, HRA ഉണ്ട്, അതേപോലെ ഒരുപാട് ആനുകൂല്യങ്ങളും ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ NPS ആണ് പെൻഷൻ സ്കീം വരുന്നത്. ഏറ്റവും നല്ലൊരു പെൻഷൻ സ്കീം ഉണ്ട്, ഏറ്റവും നല്ല സാലറി ഉണ്ട്, പുതിയ സാലറി കമ്മീഷൻ ഇതാ വരാൻ പോകുന്നു, അതിൻ്റെ പേയ്മെന്റ് ഇതാ വരാൻ പോകുന്നു. അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ നിലവിലെ പാക്കേജ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 40,000 പ്ലസ് അല്ലെങ്കിൽ 45,000 പ്ലസ് സാലറിയിൽ നമുക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ല സാലറി, ഏറ്റവും നല്ല വേക്കൻസി. അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മുടെ കരിയർ പ്രൊമോഷൻ ചാൻസ് ആണ്. ഇപ്പോൾ LDC എക്സാംസ് വഴി അല്ലെങ്കിൽ വകുപ്പ് തല പരീക്ഷകൾ വഴി നമുക്ക് പ്രൊമോഷൻ കിട്ടി മേലോട്ട് പോകാം, അല്ലെങ്കിൽ സീനിയോറിറ്റി വഴിക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടി നമുക്ക് മേലോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊമോഷൻ ചാൻസ് നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് കിട്ടും. നമ്മുടെ ഫാമിലിക്കോ എന്ത് അസുഖം വന്നാലും നമുക്ക് അതിനകത്തെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഒരു കാലത്ത് അത് ഒരു ചെറിയ എമൗണ്ട് അല്ല, ഇപ്പം നമുക്ക് ഒരു ചെറിയ കാര്യമല്ല. ഇപ്പം നമുക്ക് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഹോസ്പിറ്റലിലാവുകയാണ്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോയാൽ എന്ത് മാത്രം ബില്ലാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ബാക്കി അത്രയും കാലം സമ്പാദിച്ച കാശ് മൊത്തം അവരങ്ങ് കൊണ്ടുപോകും. പക്ഷെ ഒരു ജോലി ഉണ്ടെങ്കിൽ അതൊന്നും പോകത്തില്ല, ആ കാശൊക്കെ സെക്യൂറായിട്ട് നിൽക്കാം. സോ ഏറ്റവും നല്ല ഒരു സാലറി പാക്കേജ്, അതേപോലെ നമ്മുടെ ആനുകൂല്യങ്ങളും ബാക്കിയെല്ലാം വളരെ കൂടുതലാണ്. ഇനി അത് കഴിഞ്ഞ് നെഗറ്റീവ്സ് എന്താണ്? അപ്പോൾ ഇത്രയാണ് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ സാധാരണ എല്ലാ എക്സാം പോലെ തന്നെയാണ്, നല്ല സാലറി, നല്ല പ്രൊമോഷൻ, അതേപോലെ തന്നെ നല്ല ജോലി, സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റാണ്, അങ്ങനെ ആ ആനുകൂല്യങ്ങൾ മൊത്തമുണ്ട്. അടുത്ത നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ജോലിയല്ല, ആദ്യമേ തന്നെ പറയാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണോ വർക്ക് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവൻ CGL CHS എടുക്കണമെങ്കിൽ തൊട്ടടുത്തൊക്കെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. വീട്ടിൻ്റെ അടുത്തൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ആയിക്കോട്ടെ, ബാക്കിയൊക്കെ ആയിക്കോട്ടെ, അവിടെയൊക്കെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് എവിടെയാണോ വേക്കൻസി വരുന്നത് നേരെ അങ്ങോട്ട് പോവേണ്ടി വരും. മാത്രമല്ല ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ട്രാൻസ്ഫറൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. എങ്ങോട്ട് വേണം നമുക്ക് മാറാൻ പറ്റും. അങ്ങനെ ഒരു നെഗറ്റീവ് ജോലിക്കുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് 2 തലത്തിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സൂപ്പർ നോട്ട്സിന്റെ ചാനൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് 2 തലത്തിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. 2 തരത്തിലല്ല, 2 തരത്തിൽ വേക്കൻസീസ് വരുന്നുണ്ട്. ഒന്ന് ജനറലും, അതേപോലെ തന്നെ രണ്ടാമത്തേത് റിപ്പോർട്ടും. അതിപ്പോൾ കാറ്റഗറി 2 ആയിക്കോട്ടെ, കാറ്റഗറി 3 ആയിക്കോട്ടെ, അസിസ്റ്റന്റ് മാനേജർ, ജനറൽ, ഡിപ്പോ, അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ജനറൽ ആണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാലും നമുക്ക് ജോലി കിട്ടുന്നത് സിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുള്ള ഒരു സ്ഥലത്തായിരിക്കും. ഭൂരിഭാഗവും സിറ്റിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കൊരു 10 to 5 ജോബ് അങ്ങനെ ചെയ്താൽ മതി, അത് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. പക്ഷേ ഡിപ്പോയിലാണെങ്കിൽ ജോലിയുടെ സ്വഭാവം അങ്ങനെയല്ല. അതായത് FCA ഗോഡൗണിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്.
പെപ്സിയുടെ ഗോഡൗൺ നോക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റി സെൻറ്ററിലൊന്നും ഗോഡൗൺസ് ഒന്നും കാണത്തില്ല. ഏതെങ്കിലും റിമോട്ട് ആയിട്ടുള്ള വില്ലേജിലാണ് അവർ ഗോഡൗൺസ് മൊത്തം വെച്ചേക്കുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ ട്രെയിനിൻ്റെ സമയം അനുസരിച്ചാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. അതിൻ്റെ നമ്മുടെ ഷിഫ്റ്റൊക്കെ വരുന്ന വാഗണിൻ്റെ സമയം അനുസരിച്ചാണ്, ട്രെയിനിൻ്റെ സമയം അനുസരിച്ചാണ്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. നമ്മളൊരു ഫ്ലെക്സിബിൾ ടൈമിംഗ് ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ നീണ്ടു പോയേക്കാം, ട്രെയിന് താമസിക്കാം, നീണ്ടു പോകാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ വരാം. മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ റെസ്പോൺസിബിളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ശേഖരിക്കുന്ന ഫുഡ് അതിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവാണെന്ന് സങ്കല്പിച്ചോ, അല്ലെങ്കിൽ ചീത്തയായി, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും സംഭവിച്ചു, നമ്മളും കൂടെ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഇതിനകത്തുണ്ട്. ഇതൊരു നെഗറ്റീവ് എന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് ഏതൊരു ജോലി എടുത്താലും അതിനതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, സോ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ജോലിയാണ് അത്യാവശ്യം. ഒരു ജോലി കിട്ടിയേ പറ്റത്തുള്ള ഒരു ജോലി അത്യാവശ്യമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഏറ്റവും നല്ല നോട്ടിഫിക്കേഷൻ FCI നോട്ടിഫിക്കേഷൻ തന്നെയാണ്. കാര്യം ആ നമ്പർ ഓഫ് വേക്കൻസി വളരെ വലുതാണ്. പക്ഷേ ഞാൻ നമ്മുടെ നാട്ടിൽ മാത്രമേ ജോലി ചെയ്യത്തുള്ളൂ. എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല. എനിക്കിവിടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി ബോണ്ടിങ്ങിനെയാണ്. മറ്റൊരു സ്ഥലത്ത് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ഫാമിലി, ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ പിള്ളേർ. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജോലി നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് നല്ലൊരു തീരുമാനം എടുത്തോ. അതിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ, നന്നായിട്ട് പഠിച്ചോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് FCIയുടെ പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും, ഏറ്റവും നല്ല നോട്ട്സ് ആയിരിക്കും. ഒരു സെപ്പറേറ്റ് റാങ്ക് ഫയൽ ഒന്നും മേടിക്കേണ്ടി വരത്തില്ല. ഒരുപാട് റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഒത്തിരി ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരു ടെസ്റ്റ് പാക്ക് നമ്മൾ അതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സമയമൊന്നും കാണത്തില്ല. ഒരു 3-4 മാസമായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ ടൈം വരുന്നത്. അപ്പോൾ സെഷണൽ ടൈമിങ്ങുള്ളൊരു എക്സാമാണ്. ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ, നന്നായിട്ട് പഠിച്ചോ. അടുത്ത വർഷം നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാം. All the best.